ലക്ഷ്യം പിണറായിയെ തന്നെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് ഇടത് സർക്കാരിനോട്. അർത്ഥത്തിൽ പറഞ്ഞാൽ പിണറായിയുടെ രക്തവും ഇടത് സർക്കാരിന്റെ മാംസവും ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് കേന്ദ്രം ഭരിക്കുന്ന ബിജെപിയുടെ നേതൃത്വത്തിലുള്ള രണ്ടാം തിരക്കഥ നമ്മളിപ്പോൾ കാണുന്നത്. സാധാരണ നമ്മൾ ലൂസിഫറിന്റെ രണ്ടാമത്തെ പാർട്ടാണ് എമ്പുരാൻ എന്ന് പറയുമെങ്കിൽ സ്വർണ്ണക്കടത്തിന്റെ രണ്ടാം ഭാഗമാണ് നിലവിൽ ഈ മാസപ്പടി വിവാദം. വിത്തിൻ ഇൻവെർട്ടർ കോമ. ഞാൻ ആ വാക്കിനോട് വ്യക്തിപരമായി യോജിക്കാത്ത ഒരാളാണ്. കാരണം അതൊരു മീഡിയ ഉപയോഗിച്ചൊരു വാക്കാണ്. അത് എത്രത്തോളം നിലനിൽക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ആ വാക്ക് തന്നെ യഥാർത്ഥത്തിൽ പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആണെന്നുള്ളതാണ് എന്റെ പക്ഷം. ഞാൻ അതെന്തുകൊണ്ടാണ് എന്നുള്ളത് വിശദീകരിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ഈ വിഷയത്തിലേക്ക് എത്തിയാൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ വിഷയത്തിന്റെ രാഷ്ട്രീയം. രണ്ട്, ഈ വിഷയത്തിലെ നിയമപരമായ ഒരു കുരുക്കിൽ ഇപ്പോൾ SFIO തന്നെ ചെന്നുപെട്ടിരിക്കുന്നത് എങ്ങനെയാണ്. ഇത് ബിജെപിയുടെ ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ED ഉപയോഗിച്ച് നടക്കുന്ന തിരക്കഥയ്ക്ക് SFIO സംവിധാനം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ തിരക്കഥയും സംവിധാനവും ഞാൻ മനസ്സിലാക്കുന്നത് പ്രതിപക്ഷത്തിലുള്ള ഒരു വലിയ ചൂണ്ട കൂടിയാണ് എന്നുള്ളതാണ്. ഇതിൽ പ്രതിപക്ഷം കൊത്തുമോ എന്നതാണ് ഞാൻ കൗതുകത്തോടെ കാത്തിരിക്കുന്നത്. പ്രതിപക്ഷം ഇപ്പോൾ ഒരു അകലം പാലിച്ചിട്ടുണ്ട്, ആരോഗ്യകരമായ അകലം പാലിച്ചിട്ടുണ്ട്. കെ സുധാകരൻ പ്രതി കാര്യമായിട്ട് എടുക്കേണ്ട, എമ്പുരാനെ കുറിച്ച് കെ സുധാകരൻ മറ്റെന്തോ എന്ന് പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളോട്. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ഇതിൽ ഒരു അകലം പാലിക്കുന്നതിന്റെ കാരണം ഇത് സ്വർണ്ണക്കടത്ത് പോലെ ബൂമറാങ് ആകുമോ, ഡോളർ കടത്ത് പോലെ ബൂമറാങ് ആകുമോ എന്നുള്ളൊരു ചോദ്യമാണ്. ബിരിയാണി ചെമ്പും ഖുറാനിലെ സ്വർണ്ണക്കടത്തും ഇതെല്ലാം ചർച്ച ചെയ്ത് അവസാനം ലൈഫ് മിഷൻ വരെ എത്തി. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഇതെല്ലാം തിരിച്ചടിയായി ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൈവിട്ടു, പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞതിനേക്കാൾ മികച്ച പെർഫോമൻസോടുകൂടി രണ്ടാം പിണറായി സർക്കാർ വരുന്നത് ഒരു പാഠമായി പ്രതിപക്ഷത്തിന് മുന്നിലുണ്ട്. അതുകൊണ്ട് ഈ തിരക്കഥ അതേപടി ഏറ്റെടുക്കുകയാണെങ്കിൽ പ്രതിപക്ഷം എന്താണോ തെലങ്കാനയിൽ കണ്ടത്, എന്താണോ ഡൽഹിയിൽ കണ്ടത്, സമാനമായ സാഹചര്യത്തിൽ BJPക്ക് വളമൊരുക്കുന്നതായിരിക്കും. കാരണം പ്രതിപക്ഷത്തിന് മുന്നിൽ ഒരു വലിയ ചോദ്യമുണ്ടെന്നേ. നിലവിൽ നമ്മുടെ രാജ്യത്ത് 50 മണിക്കൂർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ തുടർച്ചയായി ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിയാണ്. ഏത് വിഷയത്തിലാണ്? നാഷണൽ ഹെറാൾഡ് കേസിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ 781 കോടി രൂപ ED അറ്റാച്ച് ചെയ്തൊരു കേസിൽ 90 കോടി രൂപയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയെ തുടർച്ചയായി 80 മണിക്കൂർ ED ഓഫീസിൽ ഇരുത്തി ചോദ്യം ചെയ്തിട്ടുണ്ട്. നാളെ ഈ വിഷയങ്ങളെല്ലാം മുൻപിൽ വരും. അന്ന് കോൺഗ്രസ് എടുത്ത നിലപാട് EDയെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇതേ വിഷയം കേരളത്തിന് പുറത്ത് ED ഒരു കേന്ദ്ര ഏജൻസിയായി മാറുന്നു. ആ കേന്ദ്ര ഏജൻസി ഒരു രാഷ്ട്രീയ വേട്ടയ്ക്ക് ED ഉപയോഗിക്കുന്നു എന്നതായി മാറുകയും കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു ഷോർട്ട് സൈറ്റഡായി അഥവാ ഹ്രസ്വദൃഷ്ടിയിൽ അധികാരം എന്നൊരൊറ്റ കാര്യം മുന്നിൽ കണ്ടുകൊണ്ട് EDയെ ഈ കേസ് ന്യായമായി അന്വേഷിക്കുന്ന ഏജൻസിയായി കോൺഗ്രസിനെ കണക്കാക്കാൻ കഴിയില്ല. അത് കോൺഗ്രസിന് തന്നെ ഒരു വലിയ ബൂമറാങ്ങായി മാറും എന്നതാണ് എന്റെ പക്ഷം. അതുകൊണ്ട് ഈ തിരക്കഥയും ഈ ചൂണ്ടയും യഥാർത്ഥത്തിൽ വെച്ചിരിക്കുന്നത് പ്രതിപക്ഷത്തിനാണ്. പ്രതിപക്ഷം അതിൽ കൊത്തിയാൽ പ്രതിപക്ഷത്തിന് അതിൽ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിന് പുറത്ത് ED എന്നുള്ളത് ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആവുകയും കേരളത്തിന് പുറത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആകുകയും ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യത്തിന് കോൺഗ്രസ് ഇനിയും മറുപടി പറയേണ്ടി വരും. രാഹുൽ ഗാന്ധിയുടെ വിഷയത്തെ അടക്കം മുൻനിർത്തിക്കൊണ്ട് അന്നെടുത്ത നിലപാടുകൾ കോൺഗ്രസിന് തിരുത്തി പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും. ഓർമ്മിക്കണം, അന്ന് രാഹുൽ ഗാന്ധിയെയും ചോദ്യം ചെയ്യാൻ പോകുന്ന സമയത്ത് CPM എടുത്തിരുന്ന നിലപാട് രാഹുൽ ഗാന്ധി കുറ്റം ചെയ്തിട്ടുണ്ട് എന്നതല്ല, EDയെ പൊളിറ്റിക്കലായി വേട്ടയാടുന്നു എന്നുള്ളതും അവർ പ്രോസസ്സിനെ തന്നെ പണിഷ്മെന്റ് ആക്കി മാറ്റുകയാണ് ED എന്ന രാഷ്ട്രീയ നിലപാടെടുത്ത പാർട്ടിയാണ് CPM.